ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ കുറച്ച് സൺഡേ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നൊരു സൺഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കുറച്ച് നാളോടുകൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഓണത്തിന് കുറച്ച് സേമിയ പായസം വെച്ചല്ലോ, അപ്പോൾ ആ സേമിയ ബാക്കിയിരിപ്പുണ്ട്. അത് വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സേമിയ ഉപ്പുമാവ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ കുറേ നാളായി ഇപ്പം മേടിച്ച് ഉണ്ടാക്കിയിട്ട്. ഇതിപ്പം ഓണത്തിന് ഞാൻ സേമിയ പായസം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സേമിയയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നല്ലൊരു സേമിയയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അങ്ങനെ ഇന്നും രാവിലെയും ഉച്ചയ്ക്കും കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അങ്ങനെ സേമിയ ഉപ്പുമാവ് സ്പെഷ്യലായെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് ഉണ്ടാക്കിയിട്ട് കുറേ നാളായതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യലാണത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ആദ്യം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മസ്റ്റാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും. നെയ്യ് തന്നെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കടുക്, മുളക്, ഉഴുന്നുപരിപ്പ് അങ്ങനെയുള്ള നമ്മുടെ സ്ഥിരം ഉപ്പുമാവിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. കറിവേപ്പില, പിന്നെ ഇഞ്ചിയും പച്ചമുളക്, പിന്നെ നമുക്ക് സബോളയും ക്യാരറ്റും ചേർത്താൽ നല്ലതാണ്. പിന്നെ ഞാൻ ക്യാരറ്റ് ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് സബോള മാത്രമാണ് ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സബോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ടും സേമിയ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സേമിയയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വെള്ളം ചേർത്താലും മതി. ഏത് രീതിയിൽ ചേർത്താലും കുഴപ്പമില്ല. രണ്ട് രീതിയിലും കുഴപ്പമില്ല. വെള്ളം തിളപ്പിച്ചിട്ടും സേമിയ ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 1.5-2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇതിന് വലിയ കുഴഞ്ഞിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉപ്പുമാവ് എന്തായാലും എൻ്റെ ഒരു ഇത് അത്യാവശ്യം പെർഫെക്റ്റായിട്ടൊക്കെ തന്നെ കിട്ടും. ഏത് രീതിയിൽ ഇപ്പം ചെയ്തിട്ട് ഒത്തിരി അങ്ങ് വെള്ളം കൂട്ടി കൊടുക്കല്ലേ. ഇപ്പം വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാനൊരു നെകക്കെ നിൽക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് വെള്ളം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ വെള്ളം ഒന്ന് വെറ്റി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പിന്നെ ഇതിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. തേങ്ങ തിരുമിയത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഇത് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ തേങ്ങ തിരുമിതിരിപ്പില്ല. അപ്പോൾ അതാണ് നമ്മുടെ സേമിയ ഉപ്പുമാവ്. അതൊക്കെ കഴിച്ചു. സേമിയ ഉപ്പുമാവ് ഇപ്പം വലിയ ഡയറ്റൊന്നും എടുക്കാത്തവരാണെങ്കിൽ, മീൻസ് കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നെയ്യ് തന്നെ നമുക്കിത് ചെയ്യാം. ഞാൻ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നെയ്യ് ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നെയ്യ് തന്നെ ഇത് ചെയ്യണം. എന്നാലേ അത് ഉപ്പുമാവ് എപ്പോഴും നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ്. പിന്നെ നെയ്യ് തന്നെ ചേർത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഇരിപ്പില്ലായിരുന്നു, പിന്നെ തിരുമാനം ഞാൻ നോക്കിയില്ല. കുറച്ച് തേങ്ങായും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങായും ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് ക്യാരറ്റും ഒക്കെ ചേർത്ത് അതെല്ലാം കൂടെ ചേർത്ത് എടുത്ത് എടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം സബോളയും ക്യാരറ്റും അങ്ങ് ഒഴിവാക്കിയിട്ട് തേങ്ങ മാത്രം ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും മാത്രം ചേർത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നെയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മേലിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. കാരണം എൻ്റെ അമ്മ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തേങ്ങ ഇട്ട് അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. നല്ല നെയ്യിൽ പണ്ടൊക്കെ അമ്മ നെയ്യ് ഉരുക്കുന്ന നെയ്യായിരിക്കുമല്ലോ. ആ നെയ്യിൽ ഇങ്ങനെ കടുക് വറുത്ത് ഇങ്ങനെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് തേങ്ങ ഇട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര വെതറി ഇട്ട്
ലഞ്ച് ബോക്സിനകത്ത് വെച്ച് അത് നമ്മൾ ഉച്ചയ്ക്ക് അത് തുറന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പഞ്ചസാരയൊക്കെ അലുത്ത് അതിൻ്റെ മേളിൽ ഇങ്ങനെ പിടിച്ചിരുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യും പഞ്ചസാരയും തേങ്ങായും എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു സേമിയ ഉപ്പുമാവ് കഴിക്കുക. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഓർമ്മയാണ്. കാരണം എനിക്ക് കൊച്ചിലെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ സേമിയ ഉപ്പുമാവ്. ഞാനിങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീഹരിക്കും ഈ സേമിയ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങളിപ്പം കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. ആക്ച്വലി ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ഇട്ട് കഴിക്കത്തില്ല. കാരണം ഞാനങ്ങനെ ഇപ്പം ശനിയും ഞായറും ആണെങ്കിലും ഞാൻ ഷുഗർ കട്ടിൽ തന്നെയാണ് പോകുന്നത്. കാരണം കുറച്ച് വെയിറ്റ് കുറയ്ക്കാനുണ്ട്. അതുകൊണ്ട് പഞ്ചസാരയൊന്നും ഇട്ട് കഴിച്ചില്ല. ചുമ്മാ കഴിക്കാനും ഇത് ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഒരു സൈഡ് ഡിഷ് പോലും എടുക്കാതെ കഴിക്കാൻ നല്ലതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ മുട്ട പുഴുങ്ങി കഴിച്ചായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ പോലെ ഒരു മുട്ട പുഴുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയും കഴിക്കാം. അപ്പം ഞാനിങ്ങനെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ഞാൻ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കും. പണ്ട് സ്കൂളിൽ ഈ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണവും കൂടാണ് ഈ നെയ്യും പ്രത്യേകിച്ച് ഈ സേമിയ ഉപ്പുമാവിന് ഈ എന്താ പറയുന്നത് തേങ്ങായും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്നൊരു നല്ല ഒരു ഇതായിരുന്നു. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നേരെ ലഞ്ചിലേക്ക് കിടക്കാം. ലഞ്ചിന് എന്താ പറയുന്നത് സംഭവം എന്താ, ഫിഷ് ബിരിയാണി. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇന്ന് പനീർ ഇരിപ്പുണ്ട്. അപ്പോൾ പനീർ കൊണ്ട് എന്തെങ്കിലും ഒരു പനീർ ബിരിയാണിയോ പനീർ പുലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഞാനിതൊരു റെസിപ്പി കാണിച്ചിട്ടും ഇല്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ നല്ല കേരമീൻ്റെ ഇത് ഫ്രഷ് ടു ഹോമിൽ ഇങ്ങനെ നല്ല കേരമീൻ ഇത് കണ്ടത്. അപ്പോൾ എന്താ പറയുന്നത് വന്നിരിക്കുന്നത് ഞാൻ ചുമ്മാ ഫ്രഷ് ടു ഹോം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പെട്ടെന്ന് നോക്കി ഒത്തിരി നാളായി കേരമീൻ കൊണ്ട് ബിരിയാണി വെച്ചിട്ട്. എനിക്ക് നെയ്മീൻ കൊണ്ട് വെക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഈ കേരമീൻ കൊണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ നെയ്മീനിലും ടേസ്റ്റാണ് ഈ കേരമീൻ കൊണ്ട് നമ്മുടെ ബിരിയാണി വെക്കുന്നത്, ഫിഷ് ബിരിയാണി വെക്കുന്നത്. അപ്പം അത് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് സ്പെഷ്യൽ കേരമീൻ ബിരിയാണി. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. വേഗം ചെയ്ത് തീർക്കണം. ഞാനൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഫിഷ് ബിരിയാണി വയ്ക്കാം. ഞാൻ കേരമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് കേരമീനായിരുന്നു. നല്ല ടേസ്റ്റുള്ള പീസുകളായിരുന്നു. അത് നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരുന്നേ. കേരമീനായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയും ശകലം ചേർത്തിട്ടുണ്ട്, അല്ലാതെ കശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് പുരട്ടി ഒന്ന് മാറ്റി വെക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എന്താ പറയുന്നത് കേരമീൻ കൊണ്ട് ബിരിയാണി വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ. അതിനൊരു എന്താ പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുറച്ച് നേരം കൂടെ അതൊക്കെ ഒന്ന് ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഈ ബിരിയാണി വെച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് ഈ ബിരിയാണി രാത്രി കഴിക്കുന്നതാണ്. കാരണം ബാക്കിയിരിക്കുന്നത് ഞങ്ങൾ ചിലപ്പം രാത്രി കഴിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ടേസ്റ്റ് കൂടെ. അത് ഏത് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ബിരിയാണിക്ക് പ്രത്യേകിച്ച് എനിക്ക് നെയ്മീൻ കൊണ്ട് വെക്കുന്നതിലും ഇഷ്ടം കേരമീൻ കൊണ്ട് വെക്കുന്നതാണ്. അപ്പം അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഞാൻ റൈസ് വെള്ളത്തിലിടുകയാണ്. കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. ആ ഒരു സമയം അതൊന്ന് എന്താ പറയുന്നത് നമ്മുടെ മീനും പിടിക്കും. അപ്പം ഞാനൊരു 1.25 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴുകി വെള്ളം ഒഴിച്ചങ്ങ് വെക്കണം. എന്നിട്ട് ഇതൊന്ന് കുതിർക്കട്ടെ. ഒരു അരമണിക്കൂർ കുതിർത്താൽ മതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ ഒരു 10-20 മിനിറ്റ് കുതിർത്താലും മതി. പക്ഷെ കുതിർത്തിട്ട് റൈസ് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ അങ്ങനെ അല്ലാതെയും പെട്ടെന്നൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പം ഞാൻ കൂടുതലും ഒന്ന് കുതിർക്കാൻ വെക്കും. കാരണം കുറച്ചുകൂടെ ഒരു അരി നല്ല ഒരു ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നത് കുതിർത്തിട്ട് വെക്കുമ്പോഴാണ്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീനെല്ലാം വറക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വറക്കുന്നുണ്ട്. മീൻസ് എന്താ പറയുന്നത് ഷാലോ ഫ്രൈ അല്ല, ഇത് ഞാൻ നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡും നല്ലപോലെ മൂപ്പിച്ചാണ് എടുക്കുന്നത്. എനിക്ക് മീൻ ബിരിയാണി വെക്കുമ്പം അങ്ങനെ ഒന്ന് ഫ്രൈ ആയിരിക്കുന്നത് തന്നെയാണ്. അതിപ്പോൾ ഏത് ബിരിയാണി ആണെങ്കിലും ഫ്രൈ ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ആയാലും
കുഴപ്പമില്ല. പക്ഷേ ഫിഷ് ബിരിയാണിയിൽ ഫിഷ് എനിക്ക് ഫ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഫ്രൈ ആക്കുന്നുണ്ട്. ഇതിപ്പം ഡീപ്പ് ഫ്രൈ അല്ല, ഞാൻ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്താണ് ഇന്നത്തെ ഫിഷ് ബിരിയാണി വെക്കുന്നത്. ഞാൻ മറ്റേ ഉള്ളിയൊന്നും വറുത്തില്ല, കാഷ്യൂനട്ട് കിസ്മിസ് അതൊന്നും ചേർക്കുന്നില്ല. കാരണം മനഃപൂർവ്വമാണ്. ഞാൻ വിചാരിച്ചു എപ്പോഴും എന്തിനാ അങ്ങനെ അത്രയും എണ്ണ യൂസ് ചെയ്ത് വെക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു പാർട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊന്ന് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളകും കൂടെ ചേർത്താൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഗീ റൈസ് തന്നെ അല്ല, അതിങ്ങനെ ബിരിയാണിക്ക് കുരുമുളക് ഒന്നോടെ ഇടയ്ക്ക് കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ ചേർക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചതങ്ങ് മറന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇതെല്ലാം കൂടെ, പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചതച്ചാൽ കുഴപ്പമില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ പച്ചമുളകും പെരുംജീരകവും കൂടെ ചതച്ചാൽ കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇന്നിങ്ങനെയാണ് എടുത്തത്. പിന്നെ നമ്മുടെ സബോള ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്താ പറയുന്നത്, ഈ അരിക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഗീ റൈസൊക്കെ വെക്കുമ്പം നമ്മൾ അരിക്ക് എന്ന് വെച്ചാൽ ഇതിന് ഉപ്പ് കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. അരിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പം ആ വെള്ളത്തിന് ഉപ്പുരസം വേണം. ഉപ്പുരസം നല്ലപോലെ അറിയണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. അപ്പം ഉള്ളിയൊക്കെ വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ റൈസും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒന്ന് വഴറ്റണേ ഗീ റൈസിന്. അപ്പം ആ ഒരു നെയ്ക്കകത്ത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ആ റൈസിലേക്ക് ആ ഫ്ലേവറൊക്കെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിപ്പം ഞാൻ നെകക്കെ അങ്ങ് വെള്ളം ഒഴിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ക്ലോസ് ചെയ്ത് കുക്കറിലല്ലാതെ ഇങ്ങനെ ക്ലോസ്ഡ് കുക്കിങ്ങിന് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കാറ്. ഇപ്പം എനിക്ക് 2 കപ്പ് വെള്ളമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. ഈ ഒരളവാണ് എപ്പോഴും. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം 1.25 കപ്പുണ്ട്. അപ്പോൾ 1.25 കപ്പിന് കുറച്ചുകൂടെ 2ലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ അങ്ങ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പം കണ്ട നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഉടയാതെ ശ്രദ്ധിക്കണം. ഞാനത് പെട്ടെന്ന് ഇതാക്കിയപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് അങ്ങ് ഒരു പീസ് അങ്ങ് ഇതായിപ്പോൾ. ഫിഷ് ബിരിയാണിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഫിഷ് ഉടഞ്ഞ പോലെ പ്രത്യേകിച്ച് നെയ്മീനൊക്കെ ഉടയാൻ ഭയങ്കര ചാൻസാണ്. അപ്പം അത് നോക്കി വേണം നെയ്മീൻ കൊണ്ടൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഉടയല്ല. അപ്പം കണ്ടോ നമ്മുടെ റൈസ് ഇവിടെ അങ്ങ് വെന്തിതായും ഇല്ല, എന്നാൽ 1/4 ഭാഗത്തിൽ കൂടുതൽ വേകുകയും ചെയ്തു. ഇനി ഇത് ദമ്മിടുമ്പോൾ ബാക്കി അങ്ങ് വെന്തോളും. ഇത്രയും ആക്കി അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാം. ഫിഷ് ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫിഷെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ പാനിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇത്തിരി 1 ടീസ്പൂൺ എണ്ണയും 1 ശകലം നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെരുംജീരകമാണ് ചേർക്കുന്നത്. ഞാൻ ഫിഷ് ബിരിയാണിക്ക് എൻ്റെ ഒരു ഇതിൽ പെരുംജീരകം ചേർക്കും. അല്ലാതെ ബിരിയാണിയുടെ ഗ്രേവിക്കകത്തും മീൻ വറക്കുമ്പോഴൊന്നും ഗരം മസാല പോലുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യത്തില്ല. റൈസിന് മാത്രമേ ഞാനൊരു ഗരം മസാലയുടെ ഫ്ലേവർ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഗ്രേവിക്ക് ഞാൻ പെരുംജീരകം ചേർക്കും. അല്ലാതെ പട്ട, ഗ്രാമ്പു, ഏലക്ക മസാലകളിൽ ഗരം മസാലയൊന്നും ഫിഷ് ബിരിയാണിക്ക് ചേർക്കത്തില്ല. അത് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ചിക്കന് ചേർക്കുന്ന പോലെ അല്ല ഈ ഗരം മസാലയൊക്കെ ഫിഷിന് ചേർക്കുമ്പം അത് ഓവർ ഫ്ലേവറായി പോകുമെന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഗ്രേവിക്കും കൂടെ അങ്ങനെ വരുമ്പോഴത്തേനും. അതുകൊണ്ട് ഞാൻ ഗ്രേവിക്ക് അത് ചേർക്കാറില്ല. ഞാനൊരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഈ വക കാര്യങ്ങളാണ് ചേർത്തത്. ഗരം മസാല ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. എന്നിട്ടൊരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഫിഷ് റോസ്റ്റിന് ഞാൻ തക്കാളി മാത്രമല്ല കുറച്ച് കുടംപുളി വെള്ളമോ അല്ലെങ്കിൽ കുടംപുളി അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർക്കും. ഇതിപ്പം ബിരിയാണി ആയതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊരു പുളി വേണ്ടല്ലോ നമുക്ക്, അതുകൊണ്ട് തക്കാളി മാത്രം മതി. എന്നിട്ടിത് നന്നായിട്ട് തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ചിക്കൻ ബിരിയാണിക്കകത്തും ഫിഷ് ബിരിയാണിക്കകത്തൊന്നും തൈര് ചേർക്കാറില്ല. ഞാൻ തൈര് എല്ലാ റെസിപ്പികളിലും ഞാൻ യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ ഇത് ബിരിയാണിക്കകത്ത് തൈര് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രേവിക്കകത്ത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെ തൈര് ചേർക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ വയ്ക്കുമ്പോൾ തൈര് ചേർക്കാറില്ല. പക്ഷെ ഞാൻ തൈര് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലും എനിക്ക് തൈര് ചേർക്കാതെ വെക്കുന്നതാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഫിഷ് ബിരിയാണിയുടെ ഈ ഒരു ഗ്രേവിക്കകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ നല്ലതാണ്. ഇനി ഒരു ദിവസം ഞാൻ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു ഫിഷ് ബിരിയാണി വെക്കണം. ഞാനിതിന് തേങ്ങ ഇരിപ്പില്ലായിരുന്നു, എനിക്ക് മേടിക്കാൻ പോകണമായിരുന്നു, സൺഡേ ആയില്ലേ, അതുകൊണ്ട്. പിന്നെ ഈ ഫ്രൈ ചെയ്ത ഫിഷും എടുത്ത് കുറച്ചുകൂടെ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ആവി കയറ്റി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇത് തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. നമ്മുടെ മട്ടേരിയുടെ കൂടെ ഇതൊരു ഫിഷ് റോസ്റ്റ് പോലെയാണ്, കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞ് ദമ്മിടുകയാണ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ആ പാത്രത്തിന് ചുറ്റും ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫിഷിൻ്റെ കുറച്ച് ഫിഷും കുറച്ച് ആ ഒരു സബോളയും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ കാഷ്യൂ, കിസ്മിസ്, ഉള്ളി ഇതെല്ലാം വറുത്തത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഞാനത് ഓവറായിട്ട് ഇന്ന് എണ്ണമയൊന്നും അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇത് ചേർക്കാം. അങ്ങനെ ലെയർ ചെയ്ത് നമ്മൾ ഇടുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവി മാത്രമേ ഞാൻ ലെയർ ചെയ്ത് ഇടുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും നമ്മുടെ കുറച്ച് 2-3 തുള്ളി നെയ്യും കൂടി ഇട്ടിച്ചതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിത് മൂടുക. അതിൻ്റെ മുകളിൽ അടപ്പും കൂടെ വെച്ച് ഒരു ദോശക്കല്ല്, ചൂടായൊരു ദോശക്കല്ലയിലേക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഒരു 10-40 മിനിറ്റ് എങ്കിലും ഇത് 10-40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാലാണ് നല്ലതായിട്ടിരിക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു 10-30 മിനിറ്റ്, ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു 10-30 മിനിറ്റ്, ഒരു അരമണിക്കൂർ കൂടുതൽ കരിയാതെ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിക്കുമ്പോഴാണ് അതിന് ഒരു നല്ല രീതിയിൽ ദമ്മായി കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ ഫുൾ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. കാരണം കഷ്ണമൊക്കെ ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങളല്ല, ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതല്ല. അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണി. ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ബിരിയാണിയൊക്കെ വിളമ്പി വെക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് കുറച്ച് സാലഡും അച്ചാറും ഒക്കെ എടുക്കുന്നുണ്ട്. പപ്പടം ഇരിപ്പുണ്ട്, പക്ഷേ ഓണത്തിന് മേടിച്ച പപ്പടം കുറച്ചുകൂടി ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് അത് എടുക്കാതിരിക്കുന്നത്. അപ്പം സാലഡും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങളത് കഴിച്ചു. അടിപൊളി ബിരിയാണിയായിരുന്നു. ഹായ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ബിരിയാണിയായിരുന്നു. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഫിഷ് ബിരിയാണി. അപ്പോൾ കേരമീൻ വെച്ച് ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എനിക്ക് നെയ്മീനെക്കാട്ടിലും ഇഷ്ടമാണ് കേരമീൻ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ റെഡി ആയിരിക്കുന്നത്. ഇപ്പം വൈകുന്നേരം ഒരു 3-3:30 ആയി. നമ്മൾ ലോക സിനിമയ്ക്ക്
ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വൈകുന്നേരം ഒരു 4:30ക്കാണ് സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് സിനിമയ്ക്കൊക്കെ പോകാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ ലോക സിനിമ കണ്ടു. അത് കാണാൻ വേണ്ടി പോകുന്നതാണ് ഇത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയപൂർവ്വമാണ് അതിലും ഈ ലോകയെക്കാട്ടിലും ഇഷ്ടപ്പെട്ട. ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ, ഭയങ്കര ഹിറ്റാണ് സിനിമ. പക്ഷേ ആ ഒരു ഹിറ്റിന് അത്രയും ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയില്ല. അത്രയും ഒരു ഹൈപ്പ് കൊടുക്കാനുള്ളതൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. നല്ല സിനിമയായിരുന്നു. പക്ഷേ ഇതിലും നല്ലത്, ലോകയെക്കാട്ടിലും നല്ലത് മിന്നൽ മുരളി തന്നെയാണ്. എന്തുകൊണ്ടും ലോകയെക്കാട്ടിലും അടിപൊളി മിന്നൽ മുരളിയാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. പക്ഷേ ഇതിലും നല്ലതും കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയതും ഹൃദയപൂർവ്വം സിനിമ കണ്ടപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാ.